ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ അക്രമത്തെ അപലപിച്ച് RSS ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്നത് മനുഷ്യത്വരഹിത അക്രമങ്ങൾ തടയുന്നതിൽ ബംഗ്ലാദേശ് സർക്കാർ പരാജയപ്പെട്ടു. ആചാര്യൻ ചിന്മയ കൃഷ്ണദാസിനെ ഉടൻ മോചിപ്പിക്കണമെന്നും RSS. ഗൗതം അനന്തനാരായണൻ വിവരങ്ങൾ നൽകും. ഗൗതം, എന്താണ് RSS ഇതിനെതിരെ പ്രതികരിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത്? നിലപാട് എന്താണ്? വീണ, ഇസ്കോൺ സന്യാസി ചിന്മയ കൃഷ്ണദാസിന്റെ അറസ്റ്റും അതിനുശേഷം ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഹിന്ദു വിരുദ്ധമായ സംഘർഷങ്ങൾ, ഇന്നലെ മാത്രം 3 ക്ഷേത്രങ്ങൾ തകർക്കുന്നു. ഒപ്പം ഇന്നിപ്പോൾ 17ഓളം ബാങ്ക് അക്കൗണ്ടുകൾ ഇസ്കോണിൻ്റെതുമായി ബന്ധപ്പെട്ട് ഫ്രീസ് ചെയ്തു. ഒപ്പം ഹൈന്ദവ ഭവനങ്ങളും ആശ്രമങ്ങളും ക്ഷേത്രങ്ങളുമെല്ലാം വ്യാപകമായി തകർക്കുന്നു. ഇത്തരത്തിൽ വലിയ കലാപം വീണ്ടും ബംഗ്ലാദേശിൽ ഇസ്ലാമിസ്റ്റുകൾ ഹൈന്ദവ സമൂഹത്തിനെതിരെ നടത്തുന്ന ഈ ഘട്ടത്തിലാണ് RSSന്റെ പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നത്. പ്രസ്താവനയായിട്ടാണ് RSS ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഹിന്ദു വിരുദ്ധ കലാപത്തിൽ ഇപ്പോൾ പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനം ഈ ഹിന്ദു സന്യാസിയെ എത്രയും പെട്ടെന്ന് മോചിപ്പിക്കുവാൻ, ജയിലിൽ നിന്ന് മോചിപ്പിക്കുവാൻ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ തയ്യാറാകണം എന്നാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബംഗ്ലാദേശിലെ സാഹചര്യങ്ങൾ അങ്ങേയറ്റം സങ്കീർണമാണ്. ഹൈന്ദവ സമൂഹത്തിനും മറ്റ് മതന്യൂനപക്ഷങ്ങൾക്കും നേരെ ഇസ്ലാമിസ്റ്റുകൾ വലിയ ആക്രമണം അഴിച്ചുവിടുന്നു. ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുന്നു, വീടുകൾ കൊള്ളയടിക്കപ്പെടുന്നു, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ വലിയ ആക്രമണം നടത്തുകയാണ്. പക്ഷേ അവിടെ അധികാരത്തിലിരിക്കുന്ന ഇടക്കാല സർക്കാരിന് ഈ ആക്രമണങ്ങളെ അക്രമകാരികൾക്കെതിരെ നടപടിയെടുക്കുവാനോ അല്ലെങ്കിൽ ഇത് തടയുവാനോ സാധിക്കുന്നില്ല. ഇത് അങ്ങേയറ്റം ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യമാണ് രാജ്യത്ത് നിലനിൽക്കുന്നത് എന്നാണ് പ്രസ്താവനയിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം ചൂണ്ടിക്കാണിക്കുന്നത്. അതിനാൽ അടിയന്തരമായി തന്നെ അറസ്റ്റ് ചെയ്ത ഹിന്ദു സന്യാസി ആചാര്യ ചിന്മയ കൃഷ്ണദാസിനെ അടിയന്തരമായി തന്നെ മോചിപ്പിക്കുക. അതോടൊപ്പം ഹിന്ദുക്കൾക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമ സംഭവങ്ങൾ ഉടൻ തന്നെ ഭരണകൂടം ഇടപെട്ടുകൊണ്ട് തടയുക. ഈ ആവശ്യമാണ് പ്രധാനമായും ഈ പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ മാസം നടന്ന RSSന്റെ അഖില ഭാരതീയ കാര്യകാരി മണ്ഡൽ ബൈഠക്കിൽ അവതരിപ്പിച്ച പ്രമേയത്തിനകത്തും ഇതേ വിഷയങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. അതായത് ബംഗ്ലാദേശിൽ അടുത്ത കാലത്ത് നടന്ന ആഭ്യന്തര സംഘർഷം, ആ സംഘർഷം പിന്നീട് അവിടുത്തെ 2 പ്രധാനപ്പെട്ട പാർട്ടികൾ, അന്ന് അധികാരത്തിലുണ്ടായിരുന്ന അവാമി ലീഗിനെതിരെ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടികളുടെ അണികൾ എന്ന പേരിൽ തുടങ്ങിയ കലാപം പിന്നീട് അത് ഹിന്ദു വിരുദ്ധ കലാപമായി മാറുന്ന സാഹചര്യം ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്നു. അതിനെ ശക്തമായ ഭാഷയിൽ RSS അപലപിക്കുകയും കേന്ദ്ര സർക്കാരിൻ്റെ അടിയന്തര ഇടപെടൽ വേണമെന്ന് രാഷ്ട്രീയ സ്വയംസേവക സംഘം ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തു. പിന്നീട് കേന്ദ്ര സർക്കാർ നടത്തിയ ഇടപെടലിനെ തുടർന്നാണ് ഒരു ഘട്ടത്തിൽ ആ കലാപം അവസാനിക്കുന്നതിലേക്ക് കാര്യങ്ങളെത്തി. ഒരു ചെറിയ ഗ്യാപ്പ് നമുക്ക് അവിടെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഇടയ്ക്ക് അക്രമങ്ങൾ അവസാനിക്കുകയും മറ്റ് സമാധാന അന്തരീക്ഷം ചെറിയ തോതിലെങ്കിലും അവിടെ വരികയും ചെയ്തതാണ്. എന്നാൽ പിന്നീട് ഇപ്പോൾ വീണ്ടും ഈ സന്യാസിയുടെ അറസ്റ്റിനെ തുടർന്ന് അവിടെ വ്യാപകമായ അക്രമ സംഭവങ്ങൾ വീണ്ടും ഇസ്ലാമിസ്റ്റുകൾ നടത്തി എന്നുള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ രാഷ്ട്രീയ സ്വയംസേവക സംഘം എത്രയും പെട്ടെന്ന് ഈ ചിന്മയ കൃഷ്ണദാസിനെ മോചിപ്പിക്കണമെന്നും ഒപ്പം അക്രമ സംഭവങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. വീണ. ഓക്കെ, ശരി ഗൗതം.